ബസ്സിനുള്ളിൽ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ദീപക്കും അറസ്റ്റിലായ ഷിംജിതയും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ ചൂടുപിടിച്ച ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നാട്ടിൽ ഇന്നുവരെ യാതൊരു വിഷയങ്ങൾക്കും പ്രതികരിക്കാതിരുന്ന കുറേ പുരുഷ കേസരികളും ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ വിയേർഡായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലും ട്രെയിനിലുമൊക്കെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ ഇവരുടെയൊക്കെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഒരു റെയർ കേസ് എന്ന നിലയിൽ വിക്ടിം ഒരു പുരുഷനായപ്പോൾ എല്ലാവർക്കും ചോര തിളയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇവരുടെ പേഴ്സ്പെക്റ്റീവ്സ് തന്നെ വ്യത്യസ്തമാണ് എന്നുള്ളത് ഇതുപോലെയുള്ള ഓരോ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഫൂൽ സിംഗ് ബരയ്യ, കക്ഷി ഒരു കോൺഗ്രസ് MLA ആണ്, ഫോമർ MP-യുമായിരുന്നു. പുള്ളിക്കാരൻ ഈ കഴിഞ്ഞ 17 ജാനുവരിക്ക് ഇൻഡോറിൽ വെച്ച് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വാട്ടർ കണ്ടാമിനേഷൻ ട്രാജഡിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഒരാൾ ചോദിച്ച ഒരു ചോദ്യത്തിന് കൊടുത്ത ഉത്തരമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയധികം റേപ്പുകൾ നടക്കുന്നത് എന്നതായിരുന്നു ചോദ്യം. അതിന് കക്ഷി സ്വന്തമായിട്ടൊരു തിയറി തന്നെ ഉണ്ടാക്കി കളഞ്ഞു. തിയറി നമ്പർ 1, ഒരു പുരുഷൻ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുന്നു. അപ്പോൾ അയാൾ ഡിസ്ട്രാക്റ്റഡ് ആകുന്നു. അങ്ങനെ അയാൾ ആ പെൺകുട്ടിയെ ആക്രമിക്കുന്നു. തിയറി നമ്പർ 2, SC ST OBC കാറ്റഗറിയിലുള്ള പെൺകുട്ടികൾ കാണാൻ ഭംഗിയില്ലാത്തവരാണെങ്കിലും അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു തീർത്ഥാടനത്തിന് തുല്യമായിട്ടുള്ള സ്പിരിച്വൽ മെറിറ്റ്സ് കിട്ടും എന്നുള്ളത് അത് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് അത്ര. അങ്ങനെ ചെയ്യുമ്പോൾ ഇനി സപ്പോസ് തീർത്ഥാടനത്തിന് പോകാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് ഇത് ഒരു ഓപ്ഷനായി അവർ കാണുന്നു എന്നുള്ളത്. ഇനി തിയറി നമ്പർ 3, ഒരു സ്ത്രീയുടെ കൺസെൻറ്റ് ഇല്ലാതെ അവരെ ആക്രമിക്കപ്പെടുമ്പോൾ അവർക്ക് ഈ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല എത്ര. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളെ ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത്. ഇമാതിരി ടീംസിനെയൊക്കെ ആരാണ് ജയിപ്പിച്ച് അധികാരത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി നമുക്ക് സൗത്തിലേക്ക് പോകാം. കർണാടക അസംബ്ലിയിൽ MLA ആയിരുന്ന KR രമേഷ് കുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. അതായത് ഇഫ് റേപ്പ് ഈസ് ഇന്നെവിറ്റബിൾ ലൈ ഡൗൺ ആൻഡ് എൻജോയ്. അത് കേട്ട് ചിരിക്കാനായിട്ട് അവിടെ ഒരു സ്പീക്കറും ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് സഹകരിച്ചു കൊടുക്കണം എന്നർത്ഥം. ഒരു രാജ്യത്തിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സ്ഥലത്ത് സംസാരിച്ചൊരു വിഷയമാണിത്. ഇനി കേരളത്തിലേക്ക് വരാം. ദീപകിൻ്റെയും ഷിംജിതയുടെയും കേസ് നടക്കുന്ന സമയത്ത് ഒരു BJP മുൻ സ്ഥാനാർത്ഥിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന അജയ് ഉണ്ണിയുടെ സ്റ്റേറ്റ്മെൻറ്റാണിത്. ഇവരുടെയൊക്കെ കാഴ്ചപ്പാടുകളാണ് ശരിക്കും ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ കൂടെ പുറത്തു വരുന്നത്. ദീപകിൻ്റെയും ഷിംജിതയുടെയും കേസിൽ ബസ്സിൽ ബോർഡ് വെച്ചും കാർട്ടൺ ബോക്സിൽ കയറിയും റീൽസ് ഉണ്ടാക്കിയും ഒക്കെ പ്രതിഷേധിച്ച എത്ര പേര് ഇതിനു മുൻപ് സ്ത്രീകൾക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഒരുപാട് വീഡിയോസിൽ നമുക്ക് കാണാം ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെയുള്ള ഒരു പുരുഷനും ഒരു പ്രതികരണശേഷിയും ഇല്ലാത്ത പോലെ ഇരിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിയോ ഇൻസിഡൻറ്റോ അല്ല പ്രശ്നം, ജെൻഡറാണ്. ആക്രമിക്കപ്പെടുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആ വിക്ടിമിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.